പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത സ്നേഹത്തിന് ഉറവിടമായ കർത്താവെ, ആകാശത്തുനിന്ന് മഞ്ഞും മഴയും വരുന്നു, അവ ഭൂമിയെ നനപ്പിക്കുന്നുവെന്നും അവ ഫലം പുറപ്പെടുവിക്കുന്നുവെന്നും ഫലം പുറപ്പെടുവിക്കാതെ അങ്ങയുടെ പക്കലേക്ക് തിരികെ വരില്ലെന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ കൃപയാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഈ ഒരു ദിവസം നൽകി അനുഗ്രഹിച്ചതിന് ഓർത്ത് നന്ദി പറയുന്നു. ഓരോ വചനവും ഫലം പുറപ്പെടുവിക്കാൻ തക്കവിധം ജീവിക്കുവാനായിട്ടുള്ള ഒരാഹ്വാനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ച കർത്താവെ, വചനം അതിശക്തമായി ഞങ്ങൾ നിലകൊള്ളുവാനും ഈ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥിക്കുവാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ച കർത്താവെ, ഏറ്റവും വലിയ പ്രാർത്ഥനയായ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുകയും ആ പ്രാർത്ഥന ശക്തി അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നുവരെ നൽകിയ കൃപയെ ഓർത്തുകൊണ്ട് നന്ദി പറയും. സ്വർഗം പോകുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പ്രാർത്ഥനയിൽ അങ്ങ് നിർദ്ദേശമായി പ്രാർത്ഥനയായി ഞങ്ങൾക്ക് നൽകിയല്ലോ. സ്വർഗത്തിനും സ്വർഗീയ രാജാവായ അങ്ങയും അങ്ങയുടെ രാജ്യത്തെയും ഓർക്കുവാനും അനുദിനമുള്ള ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കരുണ ലഭിക്കുവാനും സഹോദരങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് അങ്ങയുടെ ക്ഷമയാചിക്കുവാനും പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്താതെ ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഈ പ്രാർത്ഥനയായിട്ട് ആഹ്വാനം ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ കൃപയും അനുഗ്രഹം ഓരോ നിമിഷവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഇന്നത്തെ ദിവസത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവേ, പെട്ടെന്നുള്ള മതത്തെ അപകടം ഞങ്ങളെ കാത്തുകൊള്ളാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.